You said never let me go. You said ഹലോ. never let അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജ്യൂസി ക്യാബേജാണ് കേട്ടോ. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ജ്യൂസി ക്യാബേജ് അല്ല, ഇത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഓട്സും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓട്സ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ചിയാ സീഡ്, പിന്നെ അതുപോലെ കുറച്ച് ബദാം, അതുപോലെ പിസ്ത, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും കൂടി ഇട്ട് അതൊരു ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ കുറച്ചൊരു ഐസ്ക്രീം കുടിക്കുന്ന പോലെ കുടിക്കാൻ വിചാരിച്ചിട്ട് ആക്കിയതാണ് കേട്ടോ ഓട്സ്. അപ്പോൾ അത് ഓട്സ് ആയിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് ചിയാ സീഡ് ഇതുപോലെ ഇടുക, പിന്നെ അതുപോലെ നട്ട്സ് ഇടുക, പിന്നെ ഡേറ്റ്സ് വേണമെങ്കിൽ അതും ഇടാം കേട്ടോ. എന്നിട്ട് ഞാൻ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ലാസ്റ്റ് ആദ്യം ഇട്ടില്ല കേട്ടോ മറ്റേ നട്ട്സൊന്നും, അതൊക്കെ ലാസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാണ് ഇട്ടത്. കാരണം ചൂടോടെ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വെന്ത് പോയ പോലെ ഉണ്ടാവും ബദാമൊക്കെ. അപ്പോൾ അത് ലാസ്റ്റ് ഒന്ന് തണുത്തിട്ടാണ് കേട്ടോ ഇടേണ്ടത്, അപ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത്. ഞാൻ ഇതിൽ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ നട്ട്സും പിന്നെ അതുപോലെ ആ ചിയാ സീഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡേറ്റ്സ് പിന്നെ കഴിഞ്ഞായിരുന്നു, സോ അതിട്ടില്ല. അപ്പോൾ അതങ്ങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചീസി അല്ലെങ്കിൽ ജ്യൂസി ആയിട്ടുള്ള ക്യാബേജാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് ഞാൻ ക്യാബേജ് എടുത്തു. ക്യാബേജ് ഒരു ഫുൾ സൈസ് ക്യാബേജ് തന്നെയാണ് വേണ്ടത്. എന്നിട്ട് അതിന് ഞാനിങ്ങനെ ഒരു റൗണ്ട് രീതിയിൽ മുറിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ എവിടെയോ ഇൻസ്റ്റയിൽ എവിടെയോ കണ്ടതാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാക്കാൻ തോന്നിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് കഴിച്ചങ്ങ് ഫുള്ളങ്ങ് വയറ് നിറയുമോ എന്ന് ചോദിച്ചാൽ ചീസൊക്കെ ഉള്ളതുകൊണ്ട് നിറയും. പക്ഷെ നമ്മളിവിടെ ഒരു 1 പീസേ ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ ഇത് 2 പീസ് എനിക്കും മേഡനും മാത്രം. അച്ഛനും അമ്മയും എല്ലാം കൂടിയിട്ട് ഇവിടെ പോയിട്ടാവുള്ളത് നാടങ്ങാണ്. സോ അവർ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനത് റൗണ്ട് പീസ് അങ്ങ് എടുത്തു. അപ്പോൾ ഫസ്റ്റ് ആ റൗണ്ട് പീസ് നമ്മൾ എടുക്കുന്നില്ല, കാരണം അതിൻ്റെ ഇടയിൽ ആ ഒരു കട്ടിങ് വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെയുള്ള 2 പീസാണ് നമ്മളെടുത്തത്. പിന്നെ നമ്മളതിങ്ങനെ ആ ഒരു ലീഫ് ഇങ്ങനെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈർക്കിലെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ കുത്തിയില്ല കേട്ടോ, കാരണം എൻ്റെ അടുത്ത് ഒറ്റൊരു ഈർക്കിലേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു നൈറ്റ് ഉണ്ടാക്കിയാൽ നമ്മളത് രാത്രി. സോ എനിക്ക് ആ ഒരു ഈർക്കിലേ കിട്ടിയുള്ളൂ പറമ്പെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ചുറ്റും 2 ചുറ്റും ഓൾമോസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തേ ഉള്ളൂ, ഫുള്ളായിട്ട് അങ്ങനെ കുത്തിയില്ല. എന്നിട്ട് അതങ്ങ് മാറ്റി വെച്ച് പിന്നെ ഞാനിത് ഫ്രൈ ചെയ്തിട്ടാണ് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ബട്ടറാണ് നമുക്കിവിടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. അപ്പോൾ ബട്ടറാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്, വേറെ ഒരു തരം എണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ, അത് അത്ര വലിയ ടേസ്റ്റ് കാണത്തില്ല. അങ്ങനെ പാനിൽ നമ്മൾ ബട്ടർ, വീഡിയോ കുറച്ച് ഷേക്കിംഗ് ആണ്, കാരണം ജിത്തുവേട്ടന് ഷോർട്സ് ആക്കി എടുക്കേണ്ട രീതിയിലുള്ള സ്റ്റൈലിലുള്ള വീഡിയോസാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ചില വീഡിയോ അധികമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ചില പോർഷൻസ് മാത്രം ഒന്ന് ഷേക്കിംഗ് ആണ്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ബട്ടറാണ് എടുത്തത്. ബട്ടർ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട്, എനിക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത്രയൊന്നും ആവശ്യമില്ല, 2 പീസല്ലേ ഉള്ളൂ. അങ്ങനെ ബട്ടർ ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ ഞാൻ അധികം ഫുൾ മെൽട്ടാക്കാൻ നിന്നില്ല കേട്ടോ, കാരണം എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ബട്ടർ കരിഞ്ഞു പോകുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം ബട്ടർ ഒരുക്കുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു പീസ് 2 പീസ് നമ്മുടെ ക്യാബേജ് അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോൾ 2 ഇതും കൂടി ഞാനവിടെ വെച്ച് കൊടുത്തു. തീ വല്ലാണ്ട് കൂട്ടി വെക്കേണ്ട കേട്ടോ, ഒരു മീഡിയം ലെവലിലുള്ള ഫ്ലെയിം വെച്ചാൽ മതി. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇങ്ങനെ വെതറി കൊടുക്കുക അതിൻ്റെ മുകളിൽ, കാരണം നമ്മൾ വേറെ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതിൽ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉള്ളിലുള്ള ഇടയിലൊക്കെ ഉപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഉപ്പ് ഒന്ന് വെറുതെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് ഒന്നങ്ങോട്ട് ഇട്ട വഴി ഒന്ന് ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഒന്നങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക, കാരണം ആ ബട്ടറൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ആയി വരുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു ആവിയിലും ബട്ടറിലൊക്കെ അത്യാവശ്യം ക്യാബേജ് വേവാൻ അത്ര ടൈമൊന്നും വേണ്ട. പിന്നെ എനിക്ക് ഒരു ഹാഫ് ബോയിൽഡ് ക്യാബേജാണ് നോർമലി ഇഷ്ടം കേട്ടോ. അതിപ്പോൾ ഒരു ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ അങ്ങനെ ഒരു ഹാഫ് ബോയിൽഡാണ് എനിക്കിഷ്ടം. പിന്നെ ചീസും കൂടി ഉള്ളതായതുകൊണ്ട് ഒരു ഹാഫ് ബോയിൽഡ് തന്നെയാണ് അതിനൊരു ടേസ്റ്റ് എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നല്ലോണം വേവിച്ചെടുക്കേണ്ടവർക്ക് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം അത് ഫ്രൈ ആവുന്ന സമയത്ത് നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു കുറച്ച് ചെറിയൊരു ബട്ടറിൻ്റെ പീസും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിന് വേണമെങ്കിൽ ഒരു സ്പൂൺ ഓയിലൊക്കെ, സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ബട്ടർ തന്നെയാണ് എടുത്തത്.
എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഈ ഒരു നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വേണ്ടെന്നവർക്ക് ഇഞ്ചി ഇടാം, പക്ഷെ ഞാൻ ഇഞ്ചി ഇട്ടില്ല. ഇഞ്ചി എനിക്കത് കടിക്കുന്ന അത്ര ഇഷ്ടമല്ല, കറിയൊന്നുമില്ല. അപ്പോൾ ഞാനിത് വെളുത്തുള്ളി മാത്രമേ ഇട്ടത്തുള്ളൂ കേട്ടോ. എന്നിട്ട് അത് കുറച്ച് നന്നായിട്ട് ഒന്ന് ആയി വരട്ടെ. എന്നിട്ട് ആ സമയത്ത് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. ആ ഒരു ക്യാബേജിൻ്റെ പുറത്ത് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് സോസ് വേണം, അതിന് വേണ്ടി മാത്രം. പിന്നെ അതിലേക്ക് പിന്നെ സോയാ സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ സോയ സോസ്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ലേശം ഒരു ½ സ്പൂണോളം ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തുള്ളൂ. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, സോയ സോസിൻ്റെ കുറവൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ കുറച്ചും കൂടി സോസ് വേണം തോന്നി എനിക്ക്, ടൊമാറ്റോ സോസ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അത് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഈ സാധനം നമ്മൾ എടുത്തിട്ട് അത് ഇതിലേക്ക്, അതായത് നമ്മൾ ആ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഒക്കെ ഒന്ന് വെതറാം കേട്ടോ. കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഓർഗാനോൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊരു ഓർഗാനോവും കൂടി ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെതറി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഐറ്റം ചീസ്. 2 സ്ലൈസ് ചീസ് ഞാൻ രണ്ടിനും പുറത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഓരോന്ന്. ഇന്നത്തെ കാലത്ത് ചീസ് ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ചീസ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഈ ഒരു സാധനം. ചീസ് വെച്ച് കൊടുത്തിട്ട് ഒരു തുള്ളി വേണമെങ്കിൽ ഒന്നും കൂടി ആ ക്യാബേജ് ഒന്ന് നന്നായി കുറച്ച് കുക്കാവണമെന്നുണ്ടെങ്കിൽ മീൻസ് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം സൈഡിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കണം. ഒരു 2, 3, 4 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. ആ ചീസ് ഒന്ന് മെൽട്ടായി വന്നാൽ മതി. ആ ഒരു മെൽട്ടായി വന്നതിന് ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ടാവും. ഈ ഒരു സ്മെല്ല് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഒരു ബർഗറിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരും കേട്ടോ. ഇപ്പോൾ മീൻസ് ക്യാബേജ് ബർഗറിൻ്റെയും പറയാൻ പറ്റില്ല, നമുക്ക് ഒരു സ്മോക്കി ചിക്കൻ ഇല്ലേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയത്, അതിൻ്റെയൊക്കെ ഒരു മണമാണ് തോന്നിയത്. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. എനിക്ക് ഭയങ്കര കൊതിയായിട്ടുണ്ടോ, ചീസ് ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഒരു കൊതി. അപ്പോൾ നമ്മളത് 2 പ്ലേറ്റിലേക്ക് മാറ്റി, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. പിന്നെ ആ ഒരു മസാലയൊക്കെ അതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ലേ, പക്ഷെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ സൂപ്പറാണ്. ചീസും ബർഗറും പിസ്സ അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അന്നത്തെ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്ന ഈ ഓട്സ് അതുപോലെ തന്നെ ജ്യൂസി ക്യാബേജാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവർ, ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്.